പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ വന്യമൃഗശല്യം രൂക്ഷം. കോന്നി ഫോറസ്റ്റ് ഡിവിഷനിലെ തണ്ണിത്തോട്ടിലെ മേക്കണ്ണത്തിലെ ജനങ്ങൾ ഭീതിയിലാണ് കഴിയുന്നത്. ഇന്നലെ രാത്രി പുത്തൻപുരയിൽ സജീവന്റെയും പുത്തൻപറമ്പിൽ തമ്പിയുടെയും വീട്ടുമുറ്റം വരെ ആനയെത്തി കാർഷിക വിളകൾ നശിപ്പിച്ചു. തൊട്ടടുത്ത ഒറ്റപ്ലാവുങ്കൽ സരസമ്മയുടെ വളർത്തുനായയെ നേരത്തെ പുലി പേടിച്ചിരുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് കാട്ടുമൃഗങ്ങളുടെ ശല്യം ഇത്രയും ഇല്ലായിരുന്നുവെന്ന് സ്ഥലവാസി ഷിനു പറഞ്ഞു. വർഷത്തിന് മുമ്പ് ഇത്രയും മൃഗങ്ങൾ ഇപ്പോൾ അതിൽ 10 മടങ്ങ് ഇരട്ടി വർദ്ധിച്ച കാരണം ഈ കാടുകൾ താണ്ടി ഈ ജനവാസ പ്രദേശത്തേക്ക് കയറി ഇറങ്ങി വരുന്ന വ്യവസ്ഥയും അതുപോലെ ഈ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളും ആട്, കന്നാലി, മറ്റു മൃഗങ്ങളെല്ലാം ഈ ഇതുങ്ങൾ കയറി നശിപ്പിച്ച് ജനങ്ങൾക്ക് പോലും വഴി ഇറങ്ങിറക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുക. ഇപ്പോൾ ഈ പഠിക്കാൻ പോകുന്ന നമ്മുടെ കുട്ടികൾ വളരെ ഭയന്നാണ് ഇവിടുന്ന് പോവുകയും വരികയും ഈ അടുത്ത സമയത്ത് ഇവിടെ വന്നതുപോലെ തന്നെ പുലിയുടെ ആക്രമണം പോലെ ഈ അടുത്ത വീടുകളിലും ഉണ്ടായിട്ടുണ്ട്. വെളുപ്പിനെ 3 മണി കഴിഞ്ഞിറങ്ങിയപ്പോൾ പട്ടി ചത്ത് തൂങ്ങിക്കിടക്കുന്നതാണ് കാണുന്നത്. കുടലും എല്ലാം കടിച്ചു പറിച്ച് പട്ടി ചത്ത് കിടക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത് സംഭവം. എന്തുവാ പുലിയായിരിക്കണം മിക്കും. അത് ഭയങ്കര ഭീഷണിയല്ലേ ഞങ്ങൾക്ക്. അതുള്ളത് ഒരു രക്ഷയായിരുന്നു പട്ടിയുള്ളത്. നേരെ വീടിനൊരു സംരക്ഷണയാണ് നമ്മുടെ പട്ടി. ശബ്ദം കേട്ട് കീന്ന് 2 അലയ്ക്കുന്ന കേട്ടു. അങ്ങനെ ഇറങ്ങി വന്ന് നോക്കിയപ്പം അത് ചാടി അങ്ങ് പോയി എൻ്റെ പാട്ടിന്. ഉപജീവന മാർഗത്തിന് വേണ്ടി കുടിയേറി വന്ന കർഷകരാണ്. ആ സമയത്ത് കൃഷി ചെയ്ത് ജീവിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് വന്യജീവികളുടെ ശല്യം കാരണത്താൽ ഒന്നും തന്നെ നടക്കുന്നില്ല. ഒരു കൃഷിയും ചെയ്യാൻ സാധിക്കുന്നില്ല. കോലും ചുവലും പറ്റത്തില്ല. സോളാർ വേലി ഫെൻസിങ് ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇടാമെന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗങ്ങളിൽ ഇട്ടിട്ടുണ്ട്. ഒരു പട്ടിയെ കൂട്ടിന്ന് പിന്നെ കൊന്നിട്ടിട്ട് പോയി പുലിയാണെന്ന ആ പ്രദേശവാസികളുടെ എല്ലാവരെയും ബലമായ സംരക്ഷണം. ഫോറസ്റ്റ് എന്നാൽ പുലിയല്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും ആ പ്രദേശവാസികൾ പുലി തന്നെയെന്നാണ് പറയുന്നത്. പുലിയുടെ ശല്യം വലുതാണ്. ഈ അഞ്ചുവഴി ഭാഗത്ത് പകൽ സമയത്ത് അതുവഴി ഒരു പുലി പോയിട്ട് എൻ്റെ അനിയത്തി കണ്ടതാണ്. അതുകൊണ്ട് പുലി എല്ലാ ഭാഗത്തും ഉണ്ട്. ആനകളുണ്ട്, പന്നികളുണ്ട്. പന്നിയുടെ ശല്യം ഇപ്പം കുറവുണ്ട്. അതിന് ഇല്ലായ്മ പറയാൻ പറ്റത്തില്ല. പന്നിയുടെ ശല്യം കുറവുണ്ട്. അതുകൊണ്ട് ഈ വന്യജീവികളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണം. തണ്ണിത്തോട്ടിലെ മുഴുവൻ ജനങ്ങളെയും സംരക്ഷിക്കണം.